ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TP, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഹോളിഡേ ആണ്. അതേസമയം ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഓപ്പൺ ആണ്. മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഏഷ്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തിരുന്നത്. പക്ഷേ ഏഷ്യൻ മാർക്കറ്റുകൾ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും വൊളാറ്റിലിറ്റിയോട് കൂടി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. യൂറോപ്പിലും ഇന്നലെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആയിരുന്നു. ഇന്നലെ ഏഷ്യയിലും ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആയിരുന്നു. അതേസമയം കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് കമ്മോഡിറ്റികളിൽ കണ്ടത്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4,525 പെർ ഔൺസിനാണ്. നല്ല വൊളാറ്റിലിറ്റിയാണ് ഗോൾഡിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ റഷ്യയുടെ ഒഫീഷ്യൽ ഡിസിഷൻ വന്നിട്ടുണ്ട്. മെയ് 1 മുതൽ റഷ്യയിൽ നിന്ന് 100 ഗ്രാമിന് മുകളിലുള്ള റിഫൈൻഡ് ഗോൾഡ് ഒന്നും തന്നെ ഇൻഡിവിജ്വൽസിന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു ഡയറക്റ്റീവ് റഷ്യൻ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ബാങ്കുകൾക്ക് ബാധകമാക്കിയിട്ടില്ല. എന്നിരുന്നാലും ഗോൾഡിന്റെ ലഭ്യത ഒരു പക്ഷേ കുറവ് വരാനുള്ള സാധ്യതകളുണ്ട്. മെയ് 1 മുതൽ ലോകത്തിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഗോൾഡ് പ്രൊഡ്യൂസറാണ് റഷ്യ. അതേസമയം റഷ്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേറ്റഡ് ഡാറ്റകളൊന്നും തന്നെ ട്രാൻസ്പാരൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം വൊളാറ്റിലിറ്റി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഈ ഡിസിഷൻ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. എന്നിരുന്നാലും മെയ് 1 വരെ ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ റഷ്യയിൽ ഉണ്ടായേക്കാം. അതേസമയം മെയ് 1 മുതൽ വീണ്ടും ഗോൾഡ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ വരികയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് ഗോൾഡിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ക്രൈസിസ് കണ്ടിന്യൂ തന്നെയാണ്. അമേരിക്ക പറയുന്നുണ്ട് പലതരത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നു എന്നുള്ള കാര്യം. അതേസമയം ഇറാൻ ഇതൊക്കെ നിഷേധിച്ചിരിക്കുകയാണ്. ഒപ്പം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളിൽ മേൽക്കൊക്കെ മിസൈലുകളൊക്കെ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ക്രൈസിസ് വീണ്ടും വഷളാവാണ്. ആ വഷളാവുന്നതിനനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് കമ്മോഡിറ്റികളിൽ കാണാം. സിൽവറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $71.35 പെർ ഔൺസിനാണ്. മറ്റ് കമ്മോഡിറ്റികൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ താഴെയായിരുന്നു. പക്ഷെ ഇന്ന് മോർണിംഗിൽ വീണ്ടും $99 പെർ ബാരൽ വരെ ഉയർന്നിരിക്കുകയാണ്. ക്രൈസിസ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്ത്യൻ റുപ്പി വീണ്ടും $US അഗൻസ്റ്റ് ആയിട്ട് റെക്കോർഡിൽ ക്ലോസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സെന്റിമെന്റ് വെച്ചിട്ട് ഈ ക്രൈസിസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ റുപ്പി വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ 96 ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും റുപ്പിയുടെ ഫാള്, അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെയും അതുപോലെ തന്നെ നൈമസ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് റൈസ് ഒക്കെ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് വളരെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ പെട്രോൾ ഡീസൽ കൺട്രോളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. LPG LNG കൺട്രോളൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്ര നല്ല ന്യൂസുകളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വീക്ക് സെന്റിമെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 100 പോയിന്റ്സ് ഡൗൺ ആണ്. സെന്റിമെന്റ് ഡൗൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബൽ ഇവന്റ്സ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇപ്പോൾ ഇമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് നമുക്ക് വൊളാറ്റിലിറ്റി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അതേസമയം ഗോൾഡിന്റെ കാര്യത്തിൽ വീണ്ടും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ വരികയാണെങ്കിൽ, അതായത് സെൻട്രൽ ബാങ്കുകൾ വാങ്ങാതിരിക്കുക, ഗോൾഡ് ETF സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുക, ഇത്തരത്തിലുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഗോൾഡ് വീണ്ടും റീസെന്റ് ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുള്ള $498 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നേക്കാം. ഈ ലെവലിൽ അറൌണ്ട് $498 പെർ ഔൺസ് എന്ന് പറയുമ്പോൾ 200-ഡേ മൂവിംഗ് ആവറേജിന് അടുത്താണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ 200-ഡേ മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ $3,800-$3,900 പെർ ഔൺസ് വരെയൊക്കെ ഗോൾഡിലും ഒരു വൊളാറ്റിലിറ്റി കണ്ടേക്കാം. പക്ഷേ ഗോൾഡിന്റെ ലോങ് ടൈം ട്രെൻഡ് ഇൻടാക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ ഒരു സേഫ് അസറ്റായിട്ട് വീണ്ടും ഗോൾഡിലൊക്കെ ബൈയിങ് കാണാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും റഷ്യയുടെ ഡിസിഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ ഗോൾഡ് പ്രൈസിൽ ഉണ്ടാക്കിയേക്കാം. ഒപ്പം മറ്റ് കമ്മോഡിറ്റികളുടെ പ്രൈസിലും ഇത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ച് ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ഈ ക്രൈസിസ് നീണ്ടു പോവുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് മുന്നേറിയേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹോളിഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മാർക്കറ്റ് കമന്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.